ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് പാണിയിൽ ഇപ്പോൾ ഒരു എക്കോ ടൂറിസം സെന്ററിന്റെ എൻട്രിയിലാണ് കേട്ടോ. അപ്പൊ എൻട്രിയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ആണ് ആ ഒരു ഫോറസ്റ്റിന് നടുവിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഒത്തിരി ആൾക്കാര് ഇവിടെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാറൊക്കെ പാർക്ക് ചെയ്തു നേരെ കയറി പോയി നോക്കിയാലോ എങ്ങനെയുണ്ടെന്ന്. അപ്പൊ അത് ടോയ്ലറ്റ് ആണ്. അത് ഞാൻ ചോദിച്ചപ്പോ അതത്ര ഇപ്പൊ ഉപയോഗിക്കാൻ പറ്റില്ല, കുറച്ചുകൂടെ പോകണമെന്നാണ് പറഞ്ഞത്. പോകുന്ന വഴിക്ക് മാലിന്യം നിക്ഷേപിക്കരുതെന്ന ബോർഡൊക്കെ കണ്ടു. 5000 രൂപ പിഴ ആണെന്ന് ഉള്ള ഇതും എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റത്തെ പോകുന്ന വഴിക്കുള്ള ഫസ്റ്റത്തെ കടയാണ് കേട്ടോ അത്. അപ്പൊ ഇവിടെ ഉള്ളവർ തന്നെ, അതായത് വീടുള്ളവർ തന്നെയാണ് ഇവിടെ ഒരു ഷോപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. അവർക്കൊരു ചെറിയൊരു വരുമാനമായി അല്ലെ. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് ഒരു വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ചെറിയൊരു വരുമാനമാക്കി എടുക്കാനും പറ്റും. ഇപ്പൊ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ്, ഈ ടൂറിസ്റ്റ് സെന്റർ, എക്കോ ടൂറിസം സെന്റർ, അപ്പൊ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അവര് കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത രണ്ടാമത്തെ ഷോപ്പ് ഇവിടെ ഉണ്ട് കേട്ടോ, ചായക്കട. അടുത്ത വീടുള്ളവർ തന്നെയാണ് ഇതും പണിതിരിക്കുന്നത്, ഈ ഒരു ഷോപ്പ് ഇട്ടിരിക്കുന്നത്. 2-3 വീട് ഇങ്ങോട്ടേക്ക് കണ്ടു. ഈ ഫോറസ്റ്റിലേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ വീട് ഉണ്ടാവും തോന്നുന്നില്ല. അപ്പൊ ടോയ്ലറ്റും സൗകര്യങ്ങളൊക്കെ പോകുന്ന വഴിക്കുണ്ട്. അപ്പൊ ഈ പാണിയിൽ പോര് എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അതെങ്ങനെയാണ് ഉണ്ടായതെന്ന് ചോദിച്ചാല്, ഭൂതത്താൻകെട്ട് അണക്കെട്ടില്ലേ, അതിന് തൊട്ട് താഴെ വെച്ച് പെരിയാറ് 3ആയിട്ട് പിരിഞ്ഞ് അത് ഒഴുകി ഈ ഒരു പോയിന്റ്, അതായത് പാണിയിൽ പോര് എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ പോയിന്റിൽ വന്ന് ആ മൂന്നായിട്ട് പിരിയുമെന്ന് പറഞ്ഞല്ലോ, അത് മൂന്നായിട്ട് ഒന്നായിട്ട് ചേരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് പോര് എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്നത്. അപ്പോ അതെന്താണ് അതിന്റെ എക്സൈറ്റ്മെന്റ്, കാണുന്നത് എങ്ങനെയാണ്, എങ്ങനെ ഇരിക്കും എന്നൊക്കെ അറിയാനായിട്ടാണ് പോകുന്ന വഴിക്ക് ഇതൊരു ഊഞ്ഞാല് കണ്ടു കേട്ടോ. നമ്മള് പഴയ പണ്ടൊക്കെ വീട്ടിന്റെ മുറ്റത്തൊക്കെ കെട്ടില്ലേ ഊഞ്ഞാല, അതുപോലത്തെ 2-3 ഊഞ്ഞാലൊക്കെ കണ്ടു കേട്ടോ. അപ്പൊ സേഫ് ദേ ആടാൻ പോകുന്നുണ്ട്. അവൻ ആടി നോക്കട്ടെ. കുറച്ച് വലുതാണ് കേട്ടോ, കുറച്ച് വലിയ ആൾക്കാർക്ക് ആടാൻ പറ്റിയതാണ്. ബാക്കിൽ ഉണ്ട് കേട്ടോ ഒരെണ്ണം. എന്നാ ഞാനും ഒന്ന് പോയി ഒന്ന് ആടി നോക്കട്ടെ കേട്ടോ, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നല്ല നല്ല കൂൾ സ്പേസ് ആണ് കേട്ടോ, മരങ്ങളുടെ ഒക്കെ നടുവില് നല്ല കൂളാണ്. പക്ഷെ നടന്നു പോകുമ്പോ കുറച്ച് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനും എന്നാ ആടി നോക്കുകയാണ് കേട്ടോ. അപ്പൊ ഒരുപാട് സമയം ഇവിടെ നിന്ന് ആടി സമയം കളയുന്നില്ല, നമുക്ക് വേഗം ആ ഒരു പാടിയിൽ പോര് കാണാനായിട്ട് പോവാം. അപ്പോൾ 4 മണിക്ക് മുമ്പായിട്ട് വന്നാലാണ് ഇവിടെ കയറാനായിട്ട് കഴിയുള്ളൂ. അതിന് ശേഷം വരികയാണെങ്കിൽ എൻട്രി ഉണ്ടാവില്ല. ഈ ഇത് കണ്ടില്ലേ, ഇത് ടോയ്ലറ്റ് ഉണ്ട്. അവിടെ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് ഇവിടെ ഇറങ്ങി കുളിക്കാനും പറ്റും. അതിനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ആനയുടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആന വരാറുണ്ടെന്നാണ് ഇവിടുന്ന് അറിയാനായിട്ട് സാധിച്ചത്. ഇവിടുത്തെ വീടുകളിലൂടെ കയറി ഇറങ്ങി അങ്ങോട്ട് പോവാറുണ്ട്. ഉപദ്രവകാരിയായിട്ട് ഇതുവരെ പെരുമാറിയിട്ടില്ലെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പൊ ഇനിയും വേറൊരു ബുദ്ധിമുട്ടൊന്നും അവർക്ക് ഉണ്ടാവാതിരിക്കട്ടെ. ആന വന്ന് പറമ്പിലൂടെ നടന്ന് അങ്ങ് പാസ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതുവരെ. അപ്പോ ചെറുതായിട്ട് ചളി പോലെ കിടക്കുന്നുണ്ട്. നമുക്ക് ആ ഒരു ഭാഗം വരെയാണ് നല്ല റോഡായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അവിടുന്ന് കുറച്ചും കൂടി പോന്നപ്പോ മുതല് റോഡ് അത്ര നല്ല രീതിയിലായിട്ട് കണ്ടില്ല കേട്ടോ. കുറച്ച് ഭാഗം ഇങ്ങനെ വെള്ളവും ചളിയായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ ഒത്തിരി പേര് ഈ പാണിയിൽ പോര് കാണാനായിട്ട് വന്ന് പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു വെള്ളത്തിന്റെ കുറച്ച് ഭാഗം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കാണാം കേട്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോകാം. അപ്പോ ഒത്തിരി ലേറ്റ് ആവാണ്ട് തന്നെ എല്ലാവരും വരിക. അപ്പൊ നല്ല ലൈറ്റും കാര്യങ്ങളും വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ മഴയുള്ള സമയത്ത് പരമാവധി വരാതിരിക്കുക. അതായത് ഇത് ഇവിടെ വരേണ്ടത്, അതായത് ടൂറിസ്റ്റിന്റെ മെയിൻ ടൈം എന്ന് പറയുന്നത് നവംബർ, ഡിസംബർ മുതല് നമ്മുടെ മെയ് വരെയാണ്. ആ ഒരു സമയത്ത് വരാണെങ്കിൽ നമുക്ക് ആ പാണിയിൽ പോര് എന്ന് പറയുന്ന പർട്ടിക്കുലർ പ്ലേസിൽ പോവാൻ പറ്റും. ഈ സമയത്ത് മഴയുള്ള സമയത്താണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല. വെള്ളവും കുഴികളും തെന്നലും പാറയും ഒക്കെ ഇടുക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഇല്ല. അപ്പൊ കയറിയിട്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങോട്ട് ഈ ഒരു ടൈമില് മഴയുള്ള സമയത്ത് പോകാനായിട്ട് പറ്റില്ല. അവര് പറയുന്ന ഒരു ടൈമിൽ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. പിന്നെ കുളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ.
അപ്പൊ കുളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇറക്കില്ല. അതിനായിട്ട് കെട്ടിത്തിരിച്ച കുറച്ച് ഭാഗമുണ്ട്. അവിടെ നമുക്ക് ഇറങ്ങി കുളിക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് പോയി അതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകട്ടോ. കുറച്ച് നടക്കാനുണ്ട്. ഒരുപാട് ഒത്തിരി ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറച്ചുകൂടി പോകണമെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നടന്ന് പോവാം. നടന്ന് പോകുമ്പോൾ ചെറിയൊരു പാറക്കെട്ട് പോലെ കാണുന്നുണ്ട്. അതിന്റെ മേലെ കൂടെ വേണം നമ്മൾ പാസ് ചെയ്ത് പോകാനായിട്ട്. അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ആളുകൾ ഇവിടെ ഈ പാറയുടെ പുറത്തൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. റിലാക്സ് ചെയ്തിരിക്കുന്നുണ്ട്. ചിലപ്പോൾ പോകുന്നവരായിരിക്കും, ചിലപ്പോൾ തിരിച്ച് പോകുന്നവരായിരിക്കാം. എന്തായാലും അടിപൊളി വ്യൂ ആണ്. വെള്ളവും മലയും അടിപൊളിയായിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ ഒരു 5 വർഷം മുമ്പ് വന്നിട്ടുണ്ട്. അപ്പൊ 4 മണിയൊക്കെ കഴിഞ്ഞ ടൈമിലാണ് വന്നത്. അപ്പൊ അതുകൊണ്ട് കേറാൻ സാധിച്ചില്ല. ഫ്രണ്ടിൽ വന്ന് ഫോട്ടോ എടുത്ത് പോയതേ ഉള്ളൂ. അതിന് ശേഷം 5 വർഷത്തിന് ശേഷമാണ് കേട്ടോ ഇപ്പൊ വന്നിരിക്കുന്നത്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അങ്ങ് അറ്റം എന്താ കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നോക്കാം. അപ്പൊ പോകുന്ന വഴി കുറച്ചുകൂടി ചെറുതായിട്ടുണ്ട് കേട്ടാ. വെള്ളമൊക്കെ കുറച്ചുകൂടെ അടുത്തായിട്ടുണ്ട്. ഈ കാണുന്ന കമ്പിക്ക് അപ്പുറത്തേക്ക് പോകാൻ പാടില്ലെന്ന് തോന്നുന്നു. ഇവിടം വരെയാണ് ആൾക്കാർ നിൽക്കുന്നത് കേട്ടോ. വെള്ളം കയറി കിടക്കുന്നത് കൊണ്ടായിരിക്കാം ഇവിടെ ഒത്തിരി ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ശശി ചേട്ടൻ, ഇവിടുത്തെ ഗൈഡാണ്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു കേട്ടോ. നമുക്കിവിടെ ഒരു ഏർമാടം കാണാം കേട്ടോ. അപ്പൊ പഴയതാണ്, പൊട്ടിപ്പൊളിഞ്ഞു പോവാറായിട്ട് ഇരിക്കണ. കയറാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോ ശശിചേട്ടൻ പറഞ്ഞു വേണമെങ്കിൽ കയറാം, കയറി കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റില്ല, ചിലപ്പോ അത് പൊളിഞ്ഞ് വീണ് നാശപ്പോ എന്തെങ്കിലുമൊക്കെ പറ്റി പോവും, അതുകൊണ്ട് കയറാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞു. ഒത്തിരി നാളായിട്ടുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. ആകെ പൊളിഞ്ഞു കിടക്കായിരുന്നു. കാണുമ്പോ നമുക്ക് കയറാൻ തോന്നൂലേ, ഏറുമാടമൊക്കെ കാണുമ്പോ. അതിന്റെ മുകളിൽ കയറിയിരിക്കുകയാണെങ്കിൽ ശരിക്കും ചിലപ്പോ ഈ പുഴയുടെ ഈ ഒരു ഭാഗമൊക്കെ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇവിടെ ഒത്തിരി ഇരിക്കാനായിട്ടുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഉണ്ട്, സ്പേസ് ഉണ്ട് കേട്ടോ. കുറച്ച് എത്താറായെന്ന് തോന്നുന്നു. കുറെ നേരമായി നടക്കുന്നു. എന്തായാലും പോയി നോക്കാം.
പേര് റിട്ടേൺ പോകുന്നുണ്ട് കണ്ടു കഴിഞ്ഞിട്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് ആരും അങ്ങോട്ടേക്ക് പോകാനുള്ളവര് വളരെ കുറച്ച് പേരുള്ളൂ കേട്ടോ. ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇറങ്ങാനും കുളിക്കാനും ഒക്കെ സൗകര്യം ഒരുക്കി തന്നിട്ടുള്ളത്. ഇവിടെ മാത്രമാണ് നമുക്ക് ഇറങ്ങാനായിട്ടുള്ള അനുവാദമുള്ളൂ. വേറെ ഒന്നും ഇറങ്ങാൻ കഴിയില്ല കേട്ടോ. അപകടം പിടിച്ചതായതുകൊണ്ട് അതാണ് ഒത്തിരി ഗൈഡ് ഇവിടെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒത്തിരി പേരുണ്ട്. നമ്മുടെ മൂവ്മെന്റ് ഒന്ന് മാറി കഴിഞ്ഞാൽ അവര് വന്ന് കാര്യങ്ങൾ പറയും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങിക്കാനും ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഭാഗം കൂടി ഉള്ളൂ നമ്മൾ പോകാനായിട്ട്. അപ്പൊ നമുക്ക് പോയി നോക്കാം കേട്ടോ. ഇവിടെ ചാക്കൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് പൊട്ടി പൊളിഞ്ഞ് പോയതുകൊണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ചാക്കിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പൊ ഇവിടെ പാണിയേലിപ്പോര് വന്നിട്ടുള്ളവര് ഒന്ന് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യണേ. പോവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പോവാട്ടോ. അടിപൊളി സ്പേസ് ആണ്, എന്തായാലും പോയി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. നേരെ നോക്കുമ്പോൾ കാണുന്ന ആ മലയാണ് യഥാർത്ഥത്തിൽ പോര്, അതായത് പാണിയേലി പോര് എന്ന് പറയുന്ന പർട്ടിക്കുലർ പ്ലേസ് ഇല്ലേ, അത് അവിടെയാണ്. അപ്പോൾ വേനലാവുന്ന സമയത്ത് നമുക്ക് തീർച്ചയായിട്ടും അങ്ങോട്ട് കടന്നു പോവാവുന്നതാണ്, വെള്ളമൊക്കെ വറ്റിയിരിക്കുന്ന സമയത്ത്. അത് കണ്ട് ഞങ്ങൾ തിരിച്ച് നേരെ നടന്ന് നമ്മൾ ആദ്യം കണ്ട ചായക്കടയില്ലേ അവിടെ എത്തി. അവിടുന്ന് ചെറിയ ചായയും സ്നാക്സ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല മുട്ട ബജി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഒരു സർബത്താണ് പറഞ്ഞത്. എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഈ ട്രിപ്പ് എന്തായാലും എന്താ പറയാ, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ, കാട്ടിലൂടെ ഉള്ളത്. അപ്പൊ ഞങ്ങൾ തിരിച്ചു വന്നു, കാറെടുത്ത് ഞങ്ങൾ പോവാണ്. അപ്പോൾ അടുത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് എത്തുന്നത് വരെ ബൈ, ടേക്ക് കെയർ.